സീറോലാക്റ്റിൻ നമ്മൾ കൊടുക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ കുട്ടി കുറച്ച് കഴിയുമ്പോൾ ഒരു ചൂട് പോലെ വരാം, അല്ലെങ്കിൽ ചെറുതായി ഒന്ന് തലവേദന കൂടുന്ന പോലെ വരാം, അല്ലെങ്കിൽ എന്താ നന്നായി തുമ്മിയിട്ട് മൂക്കിന് നന്നായി വരാൻ തുടങ്ങും. അപ്പൊ ആദ്യം ഉണ്ടാകുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ ക്ഷീണം കുറയും. അതുപോലെ വിശപ്പ്, ദാഹം അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ അത് ചേഞ്ച് വരും. അതായത് ജനറലി ഉള്ള കാര്യങ്ങൾ ബെറ്റർ ആവും. അത് കഴിഞ്ഞിട്ടായിരിക്കും കുട്ടിക്ക് മൂക്കിൽ നിന്നുള്ള ബുദ്ധിമുട്ട്, അതായത് മൂക്കിൽ നിന്ന് വരുന്നൊക്കെ പോയി ആ ഒരു എലിമിനേഷൻ പോയി കഴിയുമ്പോഴത്തേക്കാണ് ആള് ജനറലി ബെറ്റർ ആവും. പിന്നെ ആയിരിക്കും പതിയെ ബാക്കി ബുദ്ധിമുട്ടുകൾ കുറയും. അതേപോലെ ഇപ്പൊ നന്നായി പനിക്കുന്ന ഒരാളാണെങ്കിലും മെഡിസിൻ കൊടുത്തു കഴിയുമ്പോൾ വരുന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം പനിക്കുന്നുണ്ടായിരുന്നു, വീണ്ടും പനിക്കുന്ന ടൈമിൽ മെഡിസിൻ കൊടുത്തു, ഒരു പ്രാവശ്യം കൊടുത്തു, വീണ്ടും പനിക്കുന്ന സമയത്ത് എന്താ അത്രയും ഇന്റൻസിറ്റിയിൽ പനി വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ മുന്നേ 3 മണിക്കൂർ കൂടുമ്പോൾ പനി വന്നുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ ഒരു 4 മണിക്കൂർ അല്ലെ 5 മണിക്കൂർ അത്ര ഒരു ഗ്യാപ്പ് കൂടിക്കൂടി വരും. അല്ലാണ്ട് പെട്ടെന്ന് പനി കുറയുക എന്നുള്ള രീതിയല്ല, അത് ഗ്രാജുവലി കുറഞ്ഞു കുറഞ്ഞ് നമ്മുടെ ആ ഇൻഫെക്ഷൻ എന്താണോ ആ ഇൻഫെക്ഷൻ അഗെയിൻസ്റ്റ് ആയിരിക്കും മെഡിസിൻ കൊടുക്കുക. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും അവിടെ ചേഞ്ച് വരിക. നമ്മുടെ അടുത്ത ഒരാള് പനിയായിട്ട് വന്നു, CBC നമ്മൾ നോക്കാം. അതുപോലെ അപ്പൊ എന്താ ചേഞ്ച് വരിക? ന്യൂട്രോഫിൽ കൂടുതലാണ്, ന്യൂട്രോഫിൽ കൂടുതലാണ്, ന്യൂട്രോഫിൽ കൂടി നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതുപോലെ ലിംഫോസൈറ്റ് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്തായിരിക്കും ഒരു ഡയഗ്നോസിസ് പോലെ വരിക? നമ്മൾ എന്തായിരിക്കും ന്യൂട്രോഫിൽ കൂടുമ്പോൾ എന്തായിരിക്കും കൂടുക? എന്തായിരിക്കും നമ്മൾ സസ്പെക്ട് ചെയ്യുക? ബാക്ടീരിയലാണോ വൈറലാണോ? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അതെ, എന്തോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും ന്യൂട്രോഫിൽ കൂടുന്ന ടൈമിൽ ഉണ്ടാവുക. ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ടാവാം, എന്നാലും മോസ്റ്റ് കോമൺലി നമ്മൾ പറയുന്നത് അങ്ങനെയാണ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിൽ ന്യൂട്രോഫിൽ കൂടും. അതേപോലെ തന്നെ ഏതൊക്കെ കണ്ടീഷനിൽ കുറയാം ന്യൂട്രോഫിൽ? നോർമലി ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ ന്യൂട്രോഫിൽ കുറയാം. ചിലപ്പോൾ ഈവൻ ലൂക്കോപീനിയ വരെ വരുന്ന കണ്ടീഷൻ, ഡെങ്കു ഒക്കെ വരുന്ന ടൈമിൽ ചിലപ്പം ലൂക്കോപീനിയ, അതായത് ടോട്ടൽ കൗണ്ടിലേ കുറവ് വരാം. പിന്നെ ന്യൂട്രോഫിൽ കുറയുന്ന കണ്ടീഷൻസ് നമുക്ക് കോമൺലി കിട്ടുന്നത് കീമോതെറാപ്പി ഒക്കെ ചെയ്ത ആൾക്കാര്. അപ്പൊ അവർക്ക് നോക്കുമ്പോൾ ന്യൂട്രോപീനിയ പോലെയുള്ള കണ്ടീഷൻ വരാം. അതുപോലെ റേഡിയോ തെറാപ്പി ചെയ്ത ആൾക്കാര്, അതുപോലെ തന്നെ എപ്ലാസ്റ്റിക് അനീമിയ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ കൗണ്ടും കുറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കണ്ടീഷനിലും ന്യൂട്രോഫിൽ പറയാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇനി നമ്മുടെ അടുത്ത് CBC ആയിട്ട് വന്നു. അപ്പൊ ആ പേഷ്യന്റിന് പറയുന്ന പോലെ ലിംഫോസൈറ്റ് ആണ് കൂടുതൽ. ലിംഫോസൈറ്റ് കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കണ്ടീഷൻ? ലിംഫോസൈറ്റ് എപ്പോഴും കൂടെ നിൽക്കുക ഒരു വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ക്രോണിക് ഡിസീസ് കണ്ടീഷൻ. ഇപ്പൊ നമുക്ക് ഒരു പേഷ്യന്റ് വരാന്നായിരിക്കും, ആൾക്ക് കുറെ നാളായിട്ട് സോറിയാസിസ് ഉണ്ട്, അല്ലെങ്കിൽ ആൾക്ക് കുറെ നാളായിട്ട് ആ ഡയബറ്റിക് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രോണിക് കുറെ നാളായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, കുറെ നാളായിട്ടുള്ളതാണ് നമ്മൾ ക്രോണിക് എന്ന് പറയാം. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആളുടെ CBC നോക്കുമ്പോൾ മിക്കതും ലിംഫോസൈറ്റിന്റെ കൗണ്ട് ആയിരിക്കും. പല ബാക്ടീരിയൽ കണ്ടീഷനുകളിൽ, എക്സാമ്പിളിന് TB വരുന്ന ടൈമില് ലിംഫോസൈറ്റുകൾ എപ്പോഴും കൂടി നിൽക്കും. ഒരു എക്സെപ്ഷൻ ആണ്. അതുപോലെ സിഫിലിസ് അതൊക്കെ ക്രോണിക് കണ്ടീഷൻ. TB ക്രോണിക് ആണ്, സിഫിലിസ് ക്രോണിക് ആണ്. അപ്പൊ അങ്ങനെ ക്രോണിക് ആയിട്ട് വരുന്ന കണ്ടീഷനുകളെല്ലാം ഈ പറഞ്ഞ പോലെ ലിംഫോസൈറ്റ് കൂടി നിൽക്കും. പിന്നെ ചില കണ്ടീഷനുകളിൽ ഈ ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷനിൽ കൂടാം കുറയാം, അത് ഡിപ്പെൻഡ് ചെയ്യും പല കാര്യങ്ങളെ. അതുപോലെ തന്നെ ഈ എയ്ഡ്സ് പോലെയുള്ള കണ്ടീഷനിൽ അത് കുറവായിട്ടായിരിക്കും കിട്ടുക. പിന്നെ വരുന്ന കണ്ടീഷൻ ഈസ്നോഫിൽ നമ്മൾ സ്ഥിരം കാണുന്ന കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഈസ്നോഫിൽ. ഇത് എപ്പോഴായിരിക്കും നമുക്ക് കൂടുതലും കിട്ടാറ്? ഒന്നെങ്കിൽ ആൾക്ക് അലർജി, പേഷ്യന്റിന് അലർജി ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റോപിക് ഡെർമറ്റൈറ്റിസ് പോലെ, അതൊരു ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണല്ലോ. അപ്പൊ അങ്ങനത്തെ കണ്ടീഷനിൽ കിട്ടും. പിന്നെ ആസ്മ പോലെയുള്ള കണ്ടീഷനിൽ, പിന്നെ എന്തെങ്കിലും പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫെസ്റ്റേഷൻ ഉള്ള കണ്ടീഷനിൽ, ഇപ്പം ചെറിയ കുട്ടികളിൽ വേം കംപ്ലൈന്റ് പറയില്ലേ, അങ്ങനെയുള്ള കുട്ടികളെ നോക്കുമ്പോൾ നമുക്ക് ഈസ്നോഫിൽസ് ഒക്കെ കൂടുതലായിട്ട് കിട്ടാറില്ലേ.
അപ്പൊ നമ്മൾ പൊതുവെ നോക്കുമ്പം ഈ വരെ ശല്യമുള്ള കുട്ടികൾക്ക് എങ്ങനെയാ വൈകുന്നേര സമയമാകുമ്പോൾ ഒരു 4 മണി കഴിഞ്ഞ് അല്ലെ ഒരു 6 മണി ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പതിയെ ഡ്രൈ കഫ് തുടങ്ങും. കുത്തി കുത്തി ചുമ തുടങ്ങും. അതുപോലെ ഇവർക്ക് വൈകുന്നേരം ഈ ഒരു ടൈമിൽ 6 മണിക്ക് ശേഷം അല്ലെ സന്ധ്യ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറുതായി പനിക്കും. പനിച്ച് നല്ല പനി. ആ ഈവനിങ് ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെ ആ രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ. ഈവനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ പനി വരും. രാത്രിയിലൊക്കെ കുത്തി കുത്തി ചുമ. വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അതുപോലെ രാത്രിയാകുമ്പോൾ പല്ലുകടി, അതുപോലെ ഏനൽ ഇച്ചിങ്, അതുപോലെ തന്നെ അംബ്ലിക്കസിന്റെ അവിടെ പെയിൻ പറയും. ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അവിടെ പെയിൻ പറയും. അല്ലെങ്കിൽ ഫുഡ് കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകണം. ഇങ്ങനത്തെ ഒക്കെ കണ്ടീഷൻ വരുന്ന ടൈമിൽ നമുക്ക് അവിടെ ഈ പറയുന്ന വേം ഇൻഫെസ്റ്റേഷൻ കുട്ടികളിൽ നമുക്ക് സസ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അവർക്കൊരു ഇങ്ങനെ ഒരാൾ വരികയാണ്, ഒരു കേസ് വരികയാണെങ്കിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ട്, ഈ പറയുന്ന പോലെ വേം ഇൻഫെസ്റ്റേഷൻ ആണോ എന്ന് ഡൗട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുക, ഇപ്പൊ 2 ദിവസമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2 ദിവസം മുമ്പ് എന്താ കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തേ? ഒരുപാട് മധുരം എന്തെങ്കിലും കഴിച്ചോ? അല്ലെങ്കിൽ ചോക്ലേറ്റ് നന്നായി കഴിക്കുന്നുണ്ടായിരുന്നോ? അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് മധുരം അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇങ്ങനത്തെ സാധനങ്ങൾ ചെല്ലുമ്പം വയറിനുള്ളിലുള്ള കുട്ടികളുടെ വയറിനുള്ളിലുള്ള ഈ വേംസിനെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു അക്യൂട്ട് എക്സാസർബേഷൻ പോലെ കാണിക്കും. അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് ചമോമില, സിന അങ്ങനെ പോലെയുള്ള അങ്ങനത്തെ മെഡിസിൻസ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അത് നമ്മൾ 2-3 ദിവസം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ബെറ്റർ ആവും. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻ, അപ്പൊ നമുക്ക് ഇങ്ങനത്തെ സിംറ്റംസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ സസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണ് വേം ട്രബിൾ. കുട്ടികളിൽ നമുക്ക് കൂടുതൽ കിട്ടും. പിന്നെ ചില ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിലും ഈ പറയുന്ന പോലെ ഈസ്നോഫിൽസ് കൂടാം. പിന്നെ എന്തെങ്കിലും അക്യൂട്ട് സ്ട്രെസ് അല്ലെ കുഷിങ് സിൻഡ്രോം. കുഷിങ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്താ, കോർട്ടിസോൾ കൂടുന്ന കണ്ടീഷൻ. അങ്ങനെ വരുന്ന സമയത്ത് ഈസ്നോഫിൽസ് കൂടാം. പിന്നെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പൊ അർട്ടിക്കേരി ഒക്കെ വരുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഒരു കേസ് സിനോറിയോ ജസ്റ്റ് പറയാണ്, വന്നിട്ട് നിങ്ങൾ ചാറ്റിൽ പറഞ്ഞാൽ മതി എന്തായിരിക്കും കണ്ടീഷൻ. കുറെ നാളായിട്ട് അർട്ടിക്കേരിയ ഉള്ള ഒരാളാണ്. ഈവനിങ് ടൈം ആവുമ്പോൾ കൂടും. ആളിപ്പം മെഡിസിൻ ഒക്കെ കഴിച്ച് ബെറ്റർ ആയി ഇരിക്കുകയായിരുന്നു. ആൾക്ക് നല്ലൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നു. അങ്ങനെ നല്ലൊരു വൈറൽ ഇൻഫെക്ഷൻ വന്ന ടൈമില് ആൾക്ക് അർട്ടിക്കേരിയ പോലെ വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ CBC നോക്കി. ആ CBCയില് ടോട്ടൽ കൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ആ സ്റ്റാർട്ടിംഗ് ടൈമിലാട്ടോ നോക്കുന്നത്, ചെറിയ വേരിയേഷൻ ഉണ്ട്. ന്യൂട്രോഫില് കുറച്ചൊന്ന് കുറഞ്ഞു. ലിംഫോസൈറ്റ്സ് പതിയെ അപ്പർ ലിമിറ്റിന്റെ അങ്ങോട്ടേക്ക് കൂടി തുടങ്ങി. ന്യൂട്രോഫിൽ കുറഞ്ഞു എന്ന് പറയുമ്പോൾ ആ ലോവർ ലിമിറ്റിന്റെ ബോർഡറിലേക്ക് എത്തി. ഈസ്നോഫിൽസ് ഉണ്ട്. അബ്സല്യൂട്ട് ഈസ്നോഫിൽ കൗണ്ടും കൂടിയിട്ടുണ്ട്. എന്തായിരിക്കും കണ്ടീഷൻ? ആരെങ്കിലും ഒരാൾ പറയുമോ കണ്ടീഷൻ എന്താന്ന്? ഹലോ, ആരെങ്കിലും ഒന്നുകൂടെ കേസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? കേട്ടില്ല. AC കൂടിയെന്ന് മാത്രമേ കേട്ടുള്ളൂ. ഇല്ല, ഒരു ട്രാവൽ ക്ലിയർ ചെയ്യായിരുന്നു. ആവുന്നില്ല. ഞാൻ ട്രാവൽ ചെയ്യായിരുന്നു, അതുകൊണ്ടായിരിക്കും. അതായത് ഒരു ഫീമെയിൽ പേഷ്യന്റ് ക്രോണിക് ആയിട്ട് അർട്ടിക്കേരിയ ഉണ്ട്. ഈവനിങ് ടൈം ഒക്കെ ആകുമ്പോഴാണ് കൂടുക. ആ പേഷ്യന്റ് മെഡിസിൻ ഒക്കെ കഴിച്ച് അർട്ടിക്കേരിയ നന്നായി ബെറ്റർ ആയി. അതിനുശേഷം ഈ പേഷ്യന്റ് നന്നായി ഒരു വൈറൽ ഫീവർ, നല്ലൊരു ഫീവർ വന്നു. ത്രോട്ട് ഇറിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നല്ല ഫീവർ ആയിട്ട് ബോഡി പെയിനും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പൊ ഇവരുടെ CBC നോക്കിയ ടൈമില് ന്യൂട്രോഫില് ലോവർ ലിമിറ്റിന്റെ അടുത്തേക്ക് പോകുന്നു. ഓക്കെ, ലിംഫോസൈറ്റ് അപ്പർ ലിമിറ്റിലേക്ക് പോകുന്നു. ഈസ്നോഫിൽസ് അബൌട്ട് ഒരു 19-20 ആ ഒരു റേഞ്ച്. അബ്സല്യൂട്ട് ഈസ്നോഫിൽ കൗണ്ട് ഏകദേശം ഒരു 1000 ആ ഒരു റേഞ്ച്. അപ്പൊ എന്തായിരിക്കും കണ്ടീഷൻ? സാധാരണ അബ്സല്യൂട്ട് ഈസ്നോഫിൽ കൗണ്ട് അലർജി, ക്രോണിക് അലർജിക് ആയിട്ടുള്ള എന്ത് കണ്ടീഷൻസിലാണ് ഇത്രയും ഹൈ ആയിട്ട് കാണാറുള്ളൂ. അപ്പൊ ഈ പേഷ്യന്റിന് പക്ഷെ അർട്ടിക്കേരിയ ഉണ്ടായി, അത് റെഡ്യൂസ് ചെയ്തു. സോ ഒബ്വിയസ്ലി അത് റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള
ഒരു ബ്രോങ്കൈറ്റിസ് പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനിലേക്ക് പോയിട്ടുണ്ടാവാം. സൈലന്റ് ആയിട്ട് ഫീവർ ഇപ്പൊ ഉണ്ടോ? ഫീവർ ഉണ്ട്. ആൾക്ക് ഫീവർ വന്ന ടൈമിൽ അർട്ടിക്കേരിയം വന്നു. ഓക്കെ, പക്ഷെ അർട്ടിക്കേറിയ മാറിയല്ലോ. ഫീവർ പെർസിസ്റ്റന്റ് ആണോ? അല്ല, അർട്ടിക്കേരിയ വന്നു പോയി, അല്ലെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ വന്നു. ഇപ്പോഴും ഉണ്ടായിരുന്നു. നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിയുമ്പോൾ പനി കുറഞ്ഞതനുസരിച്ച് അർട്ടിക്കേരിയം ബെറ്റർ ആയി. ഓക്കെ ഓക്കെ. അതേ അവിടെ ഒരു കാര്യം, അതേ സമയം തന്നെ സെയിം ഫീവർ അവരുടെ ഫാമിലിയിൽ തന്നെ വേറൊരാൾക്ക് സെയിം ഫീവർ. ആ ആളുടെ CBC നോക്കുമ്പോ എന്താ, ആ ആൾക്ക് ഈസ്നോഫിൽ കൗണ്ട് ഒക്കെ നോർമലാ. പക്ഷെ ന്യൂട്രോഫില് ടോട്ടൽ കൗണ്ടിൽ ചെറിയൊരു കുറവുണ്ട്, ന്യൂട്രോഫില് നന്നായി കുറഞ്ഞു, ലിംഫോസൈറ്റ് നന്നായി കൂടി. ആൾക്കാണ് ആദ്യം പനി വന്നത്. അപ്പൊ അവിടെ വൈറൽ കംപ്ലൈന്റ് ഉണ്ട്. പക്ഷേ AC എന്തുകൊണ്ടാണ് അത്രയും കൂടിയത് പറയുമ്പോ എന്തോ ഒരു അലർജൻ അറിയില്ല ഡോക്ടറെ, പറയൂ. എന്താ സംഭവം എന്ന് വെച്ചാൽ, ആൾക്ക് ഓൾറെഡി ക്രോണിക് ആയിട്ട് അർട്ടിക്കേരിയ ഉണ്ട്. നമ്മളത് പതിയെ കുറച്ച് കൊണ്ടുവന്നു, അത് ബെറ്റർ ആയി. പക്ഷേ ഒരു സ്ട്രോങ് വൈറൽ ഇൻഫെക്ഷൻ വന്നപ്പം അവരുടെ ക്രോണിക് പതിയെ ഒന്ന് പുറത്തേക്ക് വന്നു. അപ്പൊ ആ അർട്ടിക്കേരിയയുടെ ഭാഗമായിട്ടാണ് അവിടെ ഈസ്നോഫിൽ കൗണ്ട് കൂടിയത്. ഓക്കെ, പക്ഷെ നമ്മള് ഇത് ശ്രദ്ധിക്കാണ്ട്, അതായത് ആ പാസ്റ്റ് ഹിസ്റ്ററിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് നോക്കുകയാണെങ്കിൽ ഈ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണോ എന്നൊരു ഡൗട്ടിലേക്ക് നമ്മൾ പോകും. അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ അലർജിക്, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു ലെവലിലേക്ക് നമ്മൾ ചിലപ്പം പോകും. അപ്പൊ അപ്പൊ നമുക്ക് എന്തെങ്കിലും ക്രോണിക് ഉണ്ടെങ്കിൽ ഒരു അക്യൂട്ട് വന്നു കഴിയുമ്പോൾ ഈ ക്രോണിക് പതിയെ ഒന്ന് എക്സാസർബേഷൻ നടക്കും. ചില കേസുകളിൽ ഇവർക്ക് എന്തെങ്കിലും അക്യൂട്ട് അടിച്ചാൽ അക്യൂട്ട് സിംറ്റംസ് പ്രസന്റ് ചെയ്യണമെന്നും നിർബന്ധമില്ല ക്രോണിക് കേസുകളിൽ. ഓക്കെ, അതിന് എക്സാമ്പിൾ എനിക്കറിയാവുന്ന ഒരു കേസാണ്. ആൾക്ക് പാർക്കിൻസോണിസം ഉണ്ട്. അപ്പൊ എപ്പം അക്യൂട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഈവൻ ഫീവർ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറൽ ഫീവറോ അല്ലെങ്കിൽ എന്തെങ്കിലും അക്യൂട്ട് ഫീവർ പോലത്തെ കണ്ടീഷൻ ആകാം, അതല്ല ഒരു യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ പോലും ആ ആൾക്ക് ആളുടെ പാർക്കിൻസോണിസത്തിന്റെ സിംറ്റംസ് ആയിരിക്കും കൂടുന്നത്. മനസ്സിലായോ? ആൾക്ക് ആ ഫീവറിന്റെ സിംറ്റംസോ യൂറിനറി ഇൻഫെക്ഷന്റെ സിംറ്റംസോ ആയിരിക്കില്ല കിട്ടുന്നത്. അപ്പൊ നമുക്ക് അവിടെ ചോദിക്കാൻ പറ്റുന്ന കാര്യം, വീട്ടിൽ ആർക്കെങ്കിലും ഫീവർ ഉണ്ടോ? ഇപ്പൊ വിത്തൗട്ട് എനി റീസൺ ആ ക്രോണിക് കംപ്ലൈന്റ് കൂടി, ഒരു എക്സൈറ്റിംഗ് കോസ് ഇല്ലാണ്ട് നോർമലി പൊക്കോണ്ടിരുന്ന ഒരു ക്രോണിക് കൂടണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു എക്സൈറ്റഡ് കോസ് ഉണ്ടാവണം. അപ്പൊ ആ ഒരു എക്സൈറ്റിംഗ് കോസ് പല രീതിയിൽ വരാം. ചിലപ്പോ അക്യൂട്ട് ഇൻഫെക്ഷൻസ് കൊണ്ടാവാം, ചിലപ്പോ ഈ പറയുന്ന പോലെ പുറത്തു നിന്നുള്ള എന്തെങ്കിലും, ഇപ്പം ആസ്മ പോലെയൊക്കെയുള്ള ആൾക്കാർക്കാണ് നമ്മൾ പറയല്ലേ പൊടിയടിച്ചാല് പ്രശ്നം എന്ന പോലെ തന്നെ അക്യൂട്ട് ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പം ക്രോണിക് ഉള്ള ആൾക്കാരിൽ അക്യൂട്ട് ആയിട്ട് പ്രസന്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതേപോലെ ഇപ്പം BPH ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ BPHന്റെ സിംറ്റംസ് ആയിരിക്കും ചിലപ്പം ഈ UTI ഒക്കെ വന്നു കഴിയുമ്പോൾ കാണിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഒരു കേസ് സിനാറിയോ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളിപ്പം ഈസ്നോഫിൽ പറഞ്ഞു, ഇനി മോണോസൈറ്റ്. ഇനി ഇത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ആലോചിച്ചിട്ട് നമുക്കത് പറയാം. നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടിയില്ലേ? ഇനി മോണോസൈറ്റ് കൗണ്ട്, അത് ഈ പറയുന്ന പോലെ ക്രോണിക് ഇൻഫെക്ഷൻസ് ഉള്ള ആൾക്കാരിൽ മോണോസൈറ്റ് കൗണ്ട് കൂടാം. അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനുകളിൽ കൂടാം, എന്തെങ്കിലും പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് എന്തെങ്കിലും അങ്ങനെ വേണേലും കൂടാം. പിന്നെ മോണോസൈറ്റ് എപ്പോഴൊക്കെ കുറയാം, സ്റ്റിറോയിഡ് തെറാപ്പി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്ത് സാധനം ഇങ്ങനെ മൊത്തത്തിൽ ടോട്ടലി ബോൺ മാരോയിൽ നിന്ന് ഉണ്ടാവുന്ന എന്ത് മൊത്തത്തിൽ കുറഞ്ഞാലും അവിടെ ഒരു അപ്ലാസ്റ്റിക് അനീമിയ ചില കേസിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നോക്കുമ്പോൾ എല്ലാം ഇത്തിരി കുറവായിരിക്കും, പക്ഷെ വീണ്ടും 1-2 മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും എല്ലാ വാല്യൂസും കുറയും. അപ്പൊ അവിടെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ബോൺ മാരോ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു സപ്രഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആ അപ്ലാസ്റ്റിക് അനീമിയ ഒരു പ്രോഗ്രസീവ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയായിരിക്കും. അങ്ങനത്തെ കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്, റിസൾട്ടുകൾ പലതും കണ്ടിട്ടുണ്ട്. പിന്നെ ബോൺ മാരോ സപ്രഷൻ പോലെയുള്ള കണ്ടീഷനിലും ഈ പറഞ്ഞ പോലെ മോണോസൈറ്റ് കുറയാം. പിന്നെ ബേസോഫില് അത് കൂടുതലും, അതായത് ബേസോഫില് കുറഞ്ഞു കാണാൻ പറ്റുന്നത് ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ ഉള്ള കണ്ടീഷനിൽ ലോങ് ടേം സ്റ്റിറോയിഡ് തെറാപ്പി പോലെയുള്ള കണ്ടീഷനിൽ വരാം. പിന്നെ
ഹൈ ആയിട്ട് വരാൻ പറ്റുന്നത് ഹൈപ്പോതൈറോയിഡിസം, അല്ലെങ്കിൽ അലർജി, അതായത് ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് അങ്ങനെയുള്ള കണ്ടീഷനിൽ, എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വരികയാണ്, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ, അല്ലെങ്കിൽ എന്തെങ്കിലും പാരസൈറ്റ് ഒക്കെ വരുന്ന ടൈമിലും ബേസോഫിൽ കുറയാം. പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എപ്പോഴാണ് കുറയുക, എപ്പോഴാണ് കൂടുക. കുറയുന്ന കണ്ടീഷൻ നമുക്ക് എല്ലാവർക്കും കോമൺലി അറിയാവുന്ന ഒരു കണ്ടീഷനാണ് ഡെങ്കു. അങ്ങനെ വരുന്ന ടൈമിൽ കുറയും. അപ്പൊ നമ്മൾ എപ്പോഴും ഈ ഡെങ്കു വന്നു കഴിയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മാത്രം നോക്കുന്നുണ്ടാവും അല്ലെ. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുന്നുണ്ടോ, അല്ലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വീണ്ടും കുറയുന്നുണ്ടോ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരാളാണ് PCV അല്ലെങ്കിൽ ഹെമറ്റോക്രിറ്റ് അല്ലെങ്കിൽ പാക്ഡ് സെൽ വോളിയം എന്ന് പറയും. എന്താ കാര്യം എന്ന് വെച്ചാൽ പാക്ഡ് സെൽ വോളിയം കൂടുക എന്ന് പറഞ്ഞാൽ എന്താ, അത് രണ്ട് രീതിയിൽ വരാം. സെല്ലിന്റെ നമ്പർ കൂടിയിട്ടാണെങ്കിൽ വരാം, അതല്ല പ്ലാസ്മ കുറയുകയാണെങ്കിൽ. ഇപ്പൊ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി, അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടായി, അപ്പൊ നമ്മൾ പറയും അവിടെ എന്താ പ്ലാസ്മ ലീക്കേജ് അല്ലെങ്കിൽ ഒരു എക്സിഡേഷൻ പോലത്തെ ഒരു കണ്ടീഷൻ വരുന്ന പറയും. അപ്പൊ അവിടെ എന്താവും, നമ്മൾ പറയില്ലേ ഇൻഫ്ലമേഷന്റെ പ്രോസസ്സിൽ ഒരു സ്വെല്ലിങ് വരുന്ന ഒരു കണ്ടീഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ, അവിടെ എഡിമ ഉണ്ടാവും, അവിടെ എക്സിഡേറ്റ് പുറത്തേക്ക് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ പ്ലാസ്മ ലീക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്താ പറ്റുക, PCV കൂടും. കാരണം അതിന്റെ സൊല്യൂട്ട് ഉണ്ട്, സോൾവെന്റ് കുറവാണ് എന്ന് പറയുന്ന പോലെ. അപ്പൊ അവിടെ PCVയുടെ എമൗണ്ട് കൂടും. അങ്ങനെ വരുന്ന, അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് അതിനെ നമുക്ക് നല്ലൊരു, അതായത് PCVയെ നമുക്ക് നല്ലൊരു പ്രോഗ്നോസ്റ്റിക് ടൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഡെങ്കു പോലെയുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ പോലെയുള്ള കണ്ടീഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്ലേറ്റ്ലെറ്റ് കൂടുന്ന ഒരു കണ്ടീഷനാണ് മൈലോ പ്രോലിഫറേറ്റീവ് ഡിസോർഡേഴ്സ്. ഇപ്പൊ എസെൻഷ്യൽ ത്രോംബോസൈറ്റോപീനിയ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രോണിക് ഇൻഫ്ലമേഷൻ വരുന്ന കണ്ടീഷനിൽ, പോസ്റ്റ് സ്പ്ലീനെക്ടമി പോലെയുള്ള കണ്ടീഷനിൽ, പിന്നെ നമ്മൾ പ്ലേറ്റ്ലെറ്റ് കുറയുന്ന കണ്ടീഷനാണ് എന്തെങ്കിലും ക്ലോട്ട് ഫോർമേഷൻ അങ്ങനെയൊക്കെ വരുന്ന ടൈമിലും നമുക്ക് അങ്ങനെ കിട്ടാറുണ്ട്. പിന്നെ വരുന്ന സംഭവമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആള് അബ്സല്യൂട്ട് ഈസ്നോഫിൽ കൗണ്ട്. ഇത് ശരിക്കും IgEയും കൂടെ ചേർത്ത് നമുക്ക് ഒരു അലർജി പോലെയുള്ള ഒരു കണ്ടീഷൻ പറയുമ്പം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മളിപ്പം പറയും ഈ ഫുഡ് അലർജി, അതുപോലെ തന്നെ ഫുഡ് ഇൻടോളറൻസ്, രണ്ട് സെക്ഷനായിട്ട് നമ്മൾ പറയാറില്ലേ. അപ്പം വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണ ഇടയ്ക്ക്. അപ്പൊ ഈ ഫുഡ് അലർജിയും ഫുഡ് ഇൻടോളറൻസും അത് നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം ക്ലിനിക്കലി. ഫുഡ് അലർജി അല്ലെങ്കിൽ അഥവാ അർട്ടിക്കേരി അങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോൾ എപ്പോഴും നമ്മൾ ഫുഡ് കഴിച്ച് ഒരു 3 to 4 hours നമുക്ക് അതിന്റെ റിയാക്ഷൻ കിട്ടും. ഓക്കെ, പക്ഷേ ഒരു ഫുഡ് ഇൻടോളറൻസ് ആണെങ്കിൽ ചിലപ്പം 1 or 2 ദിവസം വരെ കഴിഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു ദിവസം കഴിയുമ്പോഴായിരിക്കും ആ ഇൻടോളറൻസ് കാണിക്കേണ്ടത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ കാണിക്കണം എന്നില്ല. അപ്പൊ അത് ആ ഒരു ഡിഫറൻസിയേഷൻ വെച്ചിട്ട് നമുക്ക് ക്ലിനിക്കലി അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഫുഡ് അലർജി ആണോ അല്ലെങ്കിൽ ഫുഡ് ഇൻടോളറൻസ് ആണോ എന്നുള്ള കാര്യം. ഇനിയും നമുക്ക് പറയുന്നതാണ് അബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട്. അത് നമുക്കറിയാം അലർജി ഡയഗ്നോസ് ചെയ്യാന്, എന്തെങ്കിലും പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈസിനോഫിലിക് ഡിസോർഡേഴ്സ് നമ്മൾ പറഞ്ഞു, ഈസിനോഫിലിക് ഈസോഫാഗൈറ്റിസ് പോലത്തെ കണ്ടീഷൻ, അല്ലെങ്കിൽ ചില ക്യാൻസർ, ലുക്കീമിയ, ലിംഫോമ പോലെയുള്ള കണ്ടീഷൻ, പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഓട്ടോഇമ്യൂൺ കണ്ടീഷൻ, ഡ്രഗ്, അങ്ങനത്തെ പല കാര്യങ്ങളും അബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട് കൂടാം. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഈ പല കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ടിനെ മാത്രം വിശ്വസിച്ച് ഒരാൾക്ക് അലർജി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിന് ഉള്ള ഒരാളാണ് IgE. അതിന്റെ ലെവലും കൂടി നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ അലർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റുക. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അലർജിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്രയാണ് അബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ആളാണ് പാക്ഡ് സെൽ വോളിയം അല്ലെങ്കിൽ ഹെമറ്റോക്രിറ്റ്. അപ്പൊ അത് നമുക്ക് പല കാര്യങ്ങൾക്കും ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാം. അനീമിയ ആണോ, അല്ലെങ്കിൽ ഹൈഡ്രേഷൻ, നേരത്തെ പറഞ്ഞില്ലേ ഡീഹൈഡ്രേഷൻ വരുന്ന കേസിൽ അല്ലെങ്കിൽ പ്ലാസ്മ ലീക്കേജ് ഉള്ള കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടൂളാണ് പാക്ഡ് സെൽ വോളിയം. പ്ലേറ്റ്ലെറ്റിനോടൊപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് പാക്ഡ് സെൽ വോളിയം. പിന്നെ വരുന്നത് ESRും CRP. അപ്പൊ ഇനി നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുകയാണ്, നമ്മൾ ഒരു അക്യൂട്ട് വരുന്ന ടൈമില് ESR ആണോ നോക്കുന്നത്, CRP ആണോ നോക്കുന്നത്? CRP.
CRP. അതെന്താ കാര്യം? അതെന്താ സംഭവം എന്ന് വെച്ചാൽ ESR ആണെങ്കിലും CRP ആണെങ്കിലും രണ്ടും എന്താണ്? അക്യൂട്ട് ഫേസ് റിയാക്ടന്റ് ആണ്. ഓക്കെ. പക്ഷേ ESRന്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്ന സാധനം അത് അത്ര സ്പെസിഫിക് അല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടായി പെട്ടെന്ന് തന്നെ അതിനൊരു റെസ്പോൺസ് കിട്ടില്ല, അല്ലെങ്കിൽ അത് കൂടുന്നത് വളരെ പതിയായിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ESR എന്താ? ഏജിനെ ഡിപ്പെൻഡ് ചെയ്യും, സെക്സിനെ ഡിപ്പെൻഡ് ചെയ്യും, അങ്ങനെ പല കാര്യങ്ങൾ. ഇപ്പം ബ്ലഡിന്റെ കൊയാഗുലേഷൻ കൂടുതലാണ്, അല്ലെങ്കിൽ വിസ്കോസിറ്റി, കൊയാഗുലേഷൻ അല്ല വിസ്കോസിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പം എന്താ ഹീമോളൈസിസ് നടക്കാൻ, സിക്കിൾ സെൽ അനീമിയ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ പല ക്രോണിക് കണ്ടീഷനും ആരെ എഫക്ട് ചെയ്യും? ESRനെ എഫക്ട് ചെയ്യും. അതുപോലെ ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ നിൽക്കുകയാണ്, ഇപ്പൊ ഒരു TB ഉള്ള ഒരാള്, അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരാള്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രോണിക് കണ്ടീഷൻ ബോഡിയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ആ ആൾക്ക് എന്തുണ്ടാവും? ESR എപ്പോഴും ഹൈ ആയിരിക്കും, ഇല്ലേ? അതേസമയം നമുക്ക് CRPയുടെ കേസ് വരുമ്പോൾ CRP എന്ന് പറയുന്നത് കുറച്ചുകൂടി അക്യൂട്ട് ഇൻഫ്ലമേഷന് സ്പെസിഫിക് ആണ്. അതുപോലെ തന്നെ ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ബോഡിയിൽ കൂടും. ആ ഇൻഫ്ലമേഷന്റെ വരുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുന്നതനുസരിച്ച് വളരെ പെട്ടെന്നായിരിക്കും അത് റെസ്പോണ്ട് ചെയ്യുക. അതുപോലെ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷന് അത് ഇൻഫ്ലുവൻസ് ചെയ്യും നന്നായിട്ട്. അതുകൊണ്ട് തന്നെ ക്രോണിക് ഇൻഫ്ലമേഷൻ വരുന്ന കണ്ടീഷനിൽ നമുക്ക് കുറച്ചുകൂടി പറ്റുന്നത് ESRഉം, അതേപോലെ അക്യൂട്ട് വരികയാണെങ്കിൽ CRP ആയിരിക്കും. പക്ഷെ ഇതിന്റെ തമ്മിൽ എക്കണോമിക്കലി കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ESR കുറച്ചുകൂടി ചീപ്പാണ്, CRP കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതാണ് അവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ്. പിന്നെ വരുന്നത് ESR എപ്പോഴൊക്കെ കൂടും, എപ്പോഴൊക്കെ കുറയും, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പിന്നെ ESRന്റെ വാല്യൂ നമ്മൾ പറഞ്ഞില്ലേ, ഏജും ജെൻഡറും അനുസരിച്ച് വ്യത്യാസം വരുന്ന. അപ്പോ അതെങ്ങനെയാണ്? ആ ഏജ് വെച്ചിട്ട് മെയിലിനാണെങ്കിൽ ഏജ് ഡിവൈഡഡ് ബൈ 2 അത്രയും വരെ പോവാം, കുഴപ്പമില്ല. പക്ഷെ ഫീമെയിലിനാണെങ്കിൽ ഏജ് പ്ലസ് 10 ഡിവൈഡഡ് ബൈ 2. ഇതാണ് കുറച്ച് നമുക്ക് മനസ്സിലാക്കാൻ, മുന്നത്തെ പഴയതിനേക്കാൾ നമുക്ക് കുറച്ചൊരു അപ്ഡേഷൻ പോലെയുള്ളൊരു സംഭവം. പിന്നെ വരുന്ന അനീമിയ, അനീമിയയുടെ ക്ലാസിഫിക്കേഷൻ. അത് പറയുമ്പോൾ നമുക്ക് മൈക്രോസൈറ്റിക് ഉണ്ട്, നോർമോസൈറ്റിക് ഉണ്ട്, മാക്രോസൈറ്റിക് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി ഇതില് മൈക്രോസൈറ്റിക് ആണെങ്കിൽ നമ്മൾ CBC നോക്കുമ്പോൾ എന്തുണ്ടാവും? ഓൾറെഡി നമ്മുടെ ഹീമോഗ്ലോബിൻ കുറവായിരിക്കും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ, ഇത് എന്ത് ടൈപ്പ് ഓഫ് അനീമിയ ആണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അയൺ ഡെഫിഷ്യൻസി ആണോ, വൈറ്റമിൻ B12ന്റെ കുറവാണോ, അതോ ഫോളേറ്റ് ആണോ? അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ അറിയില്ല, ഒരു CBC വന്നു അയൺ കുറവാണ്, നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു പെരിഫറൽ സ്മിയർ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഡെഫിഷ്യൻസികളാണോ എന്നറിയാനുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആ പെരിഫറൽ സ്മിയറിൽ നിന്ന് നമുക്ക് അതിന്റെ റിസൾട്ടിൽ നിന്ന് കിട്ടും. അതാണിപ്പം എന്താ മൈക്രോസൈറ്റ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഇപ്പൊ അയൺ ആണ് കുറവ്, ഇപ്പം മാക്രോസൈറ്റിക് ആണെങ്കിൽ നമ്മൾ പറയും എന്താ വൈറ്റമിൻ B12 കുറവാണ്, അല്ലെങ്കിൽ അങ്ങനെ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്നൊക്കെ നമ്മൾ പറയുന്ന കണ്ടീഷൻ. ഇനി നമ്മൾ അയൺ കുറവാണ് അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം അയൺ സെറം അയൺ നോക്കും. പിന്നെ നോക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അയൺ ബൈൻഡിങ് കപ്പാസിറ്റി. അയൺ ബൈൻഡിങ് കപ്പാസിറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ അയണ് ഒരു പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുക. അപ്പൊ ആ ട്രാൻസ്ഫറിങ് എന്താ കുറെ മിച്ചം വരുന്നു, അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി കൂടുന്നു എന്ന് പറയുമ്പോൾ അയൺ കുറവാണ്. അതുകൊണ്ട് ഇതിന്റെ കപ്പാസിറ്റി എവിടെ കണ്ടാലും ബൈൻഡ് ചെയ്യാൻ ആ ഒരു കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഇനിയും വരുന്നതാണ് ട്രാൻസ്ഫറിൻ സാച്ചുറേഷൻ എന്ന് പറയുന്നൊരു ടൂൾ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ എത്രത്തോളം ട്രാൻസ്ഫറിൻ സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട്, സാച്ചുറേറ്റഡ് ആയാലല്ലേ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അനീമിയ ഉള്ള ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും? ഈ സാച്ചുറേഷൻ കുറവായിരിക്കും. പക്ഷെ അനീമിയ ഉള്ള ആൾക്കാർക്ക് അയൺ ബൈൻഡിങ് കപ്പാസിറ്റി എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അത് ക്ലിയർ ആയോ എങ്ങനെയാണെന്നുള്ളത്? ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫെറിറ്റിൻ, സെറം ഫെറിറ്റിൻ. നമ്മൾ നോർമലി നോക്കാറുള്ളതാണ് അയൺ ഡെഫിഷ്യൻസി ആണോ എന്ന് അറിയാൻ വേണ്ടി നോർമലി നോക്കുന്ന ഒരു ടൂളാണ് ഫെറിറ്റിൻ. പക്ഷെ അത് എന്തുകൊണ്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നത് ആ ഒരു ഫോമിലാണ്. പക്ഷെ ചില കണ്ടീഷൻ, ഇപ്പം എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉള്ള ടൈമിൽ, അല്ലെങ്കിൽ ഒരു റീനൽ ഫെയിലിയർ ഉള്ള ഒരു കേസിൽ,
അല്ലെങ്കിൽ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉള്ള കേസിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി ഡിസീസുകൾ ഉള്ള കണ്ടീഷനിൽ, അങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ ഫെറിറ്റിൻ നമുക്ക് റിലേ ചെയ്യാൻ പറ്റില്ല, റിലയബിൾ അല്ല. അതിലെ വേരിയേഷൻസ് കാണിക്കും. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് സെറം ട്രാൻസ്ഫെറിൻ റിസപ്റ്റർ എസ്റ്റിമേഷൻ എന്ന് പറയും. അപ്പൊ അതെന്താന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസ്ഫെറിൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അതിന്റെ റിസപ്റ്റർ, അപ്പൊ അത് നോക്കുക. അപ്പൊ അതെന്താവും, അയൺ ഡെഫിഷ്യൻസി വരുമ്പോ എന്താവും, റിസപ്റ്റർ കൂടുതലായിരിക്കും. കാരണം അയൺ ഇല്ല, ബൈൻഡ് ചെയ്യാൻ അയൺ ഇല്ല. നേരത്തെ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഇത്രയാണ് നമുക്ക് അയൺ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു സംഭവം. ഈ മാക്രോസൈറ്റിക്ക് നമ്മൾ എന്താ പറഞ്ഞേ, ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി പോലെയുള്ള കണ്ടീഷനിൽ നമുക്ക് നോക്കാം, അല്ലെ ഫോളിക് ആസിഡ്, അങ്ങനെയുള്ള കണ്ടീഷനിലാണ് ഈ മാക്രോസൈറ്റിക് അല്ലെങ്കിൽ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ വരിക. അപ്പൊ നമ്മൾ CBC നോക്കാം. CBC എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് നോക്കുന്ന ടൈമിൽ ഈ പറഞ്ഞ ആൾക്ക് എന്തൊക്കെ ക്രോണിക് ഉണ്ട് എന്ന് നമുക്ക് അറിയാമെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതാണ് പെരിഫറൽ ബ്ലഡ് സ്മിയർ, അത് നോക്കാം. പിന്നെ LFT നോക്കാം. കാരണം ഈ ലിവറിന് പ്രശ്നമുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ മാക്രോസൈറ്റിക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ സെറം ഫോളിക് ആസിഡ് നോക്കാം. വൈറ്റമിൻ B12, അതുപോലെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നതാണ് വൈറ്റമിൻ B12 ചെക്ക് ചെയ്യുമ്പം വെറുതെ വൈറ്റമിൻ B12 എന്ന് മാത്രം എഴുതിയിടും. പക്ഷെ വൈറ്റമിൻ B12 രണ്ട് ഫോം ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്, ഇനാക്റ്റീവ് ഉണ്ട്. അപ്പൊ നമുക്ക് ആക്റ്റീവ് വൈറ്റമിൻ B12 എത്ര ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് മാത്രമേ കാര്യമുള്ളൂ, അതാണ് ആക്റ്റീവ്. അപ്പൊ ഇനാക്റ്റീവും ആക്റ്റീവും കൂടി ചേർന്ന എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യമില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എഴുതി വിടുന്ന ടൈമിൽ ആക്റ്റീവ് വൈറ്റമിൻ B12 അതായിരിക്കും നമ്മുടെ മെറ്റബോളിസത്തിന് എടുക്കുക. അപ്പൊ അതിന് ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായ മെറ്റബോളിസോ അല്ലെങ്കിൽ ഇപ്പം വൈറ്റമിൻ B12 ഒക്കെ വേണ്ടത് നെർവിന്റെ കാര്യങ്ങൾക്ക്. അപ്പം ന്യൂറോപ്പതി പോലത്തെ സിംറ്റംസ് ഒക്കെ കാണിക്കും. പിന്നെ റെറ്റിക്ലോസൈറ്റിന്റെ കൗണ്ടുകൾ, അത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ കൂടുതലും കുറവായിട്ടായിരിക്കും കാണിക്കുക റെറ്റിക്ലോസൈറ്റ്. ഈ റെറ്റിക്ലോസൈറ്റ് എന്തുകൊണ്ടാണ് വരുന്നത്, അത് കൂടുതൽ ഏത് കണ്ടീഷനിലാണ് കിട്ടുന്നത്, ഹീമോളൈറ്റിക് അനീമിയ അല്ലെങ്കിൽ കുറെ ബ്ലഡ് ലോസ് വന്നിട്ട് അവിടെ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോൺ മാരോയിൽ പെട്ടെന്ന് റെറ്റിക്ലോസൈറ്റ് എന്ന് പറയുന്നത് മെച്ചൂർ ആവാത്ത RBC ആണ്. അപ്പൊ അതിനെ റിലീസ് ചെയ്തോണ്ടേ ഇരിക്കും. അപ്പൊ ഈ റെറ്റിക്ലോസൈറ്റ് നമ്മൾ പെരിഫറൽ സ്മിയർ നോക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ എന്താണ് അതിനർത്ഥം, നമ്മുടെ ബോഡിയിൽ എന്തോ ഒരു ഹീമോളൈസിസ് നടക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ റെറ്റിക്ലോസൈറ്റ് വളരെ കൂടുതലായിരിക്കും പെരിഫറൽ സ്മിയർ ഒക്കെ ചെയ്യുന്ന ടൈമിൽ. അപ്പം നമുക്ക് പെരിഫറൽ സ്മിയറും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒന്ന് കണ്ടീഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ ഇതിപ്പം കുറേ ഉണ്ട്, പെരിഫറൽ സ്മിയറിന്റെ കുറേ ഫൈൻഡിങ്സ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ എങ്ങനെയായിരിക്കും, മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് ആയിരിക്കും. വൈറ്റമിൻ B12 അല്ലെങ്കിൽ ഫോളേറ്റ് മെഗാലോബ്ലാസ്റ്റിക് വരുമ്പോൾ വലുതായിരിക്കും, നോർമൽ സൈസ് ആയിരിക്കും. പിന്നെ സ്പീറോസൈറ്റ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന നോർമലി ഉള്ള കാര്യങ്ങൾ തന്നെയാണ്, സ്മോൾ റൗണ്ട് ആയിട്ടുള്ളതായിരിക്കും. ഇതൊക്കെ എന്ത് പറ്റും, പെട്ടെന്ന് നശിച്ചു പോകും. പിന്നെ സിക്കിൾ സെൽ അനീമിയ, പിന്നെ വരുന്നതാണ് ടാർജറ്റ് സെൽ, അത് തലാസീമിയ, ലിവർ ഡിസീസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരാം. പിന്നെ അക്കാന്തോസൈറ്റ്സ് വരാം. പിന്നെ ഉള്ളതാണ് ഈ ഹെൻസ് ബോഡി അല്ലെങ്കിൽ ഹോവൽ ജോളി ബോഡീസ്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ അറിയാൻ വേണ്ടി ഒന്ന് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പെരിഫറൽ സ്മിയർ കിട്ടുമ്പോൾ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് അന്നേരം നോക്കിയാൽ മതി എന്തുകൊണ്ടാണെന്നുള്ളത്. പിന്നെ വരുന്നതാണ് ഇപ്പം വേറെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം, ബ്ലാസ്റ്റ് സെൽ എന്നൊക്കെ പറയും. അത് നമുക്ക് ലുക്കീമിയ പോലെയുള്ള കണ്ടീഷനിൽ ഇപ്പൊ നമുക്കൊരു കേസ് വന്നു, നമുക്ക് നോക്കുമ്പോ എന്താ CBC വന്നു, അപ്പം WBC ഭയങ്കര കൂടുതൽ, വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഡിഫറൻഷ്യൽ കൗണ്ടിലും ഇതുപോലെ കൂടുതൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുറവ്. പക്ഷെ അവിടെ പ്രത്യേകിച്ച് ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻ പോലെയോ അങ്ങനെയൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിലൊരു ചേഞ്ച് വന്നു അല്ലെങ്കിൽ നമുക്ക് തീരെ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ വരുന്ന ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് പെരിഫറൽ സ്മിയർ ചെയ്യുന്നു. അപ്പൊ ഈ പറയുന്ന പോലെ ബ്ലാസ്റ്റ് സെല്ല് കാണുകയാണെങ്കിൽ നമുക്ക് എന്ന് മനസ്സിലാക്കാം, കുട്ടിക്ക് ലുക്കീമിയ പോലെയുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അതേപോലെ തന്നെയാണ് ഹെയറി സെല്ല്, അത് ഹെയറി സെൽ ലുക്കീമിയ പോലെയുള്ള കണ്ടീഷനിൽ കിട്ടും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ മലേറിയ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഡൗട്ട് തോന്നുന്നു, ഭയങ്കര ചില്ല്, ഭയങ്കര സ്വെറ്റ്, അങ്ങനെയാണല്ലോ മലേറിയയുടെ ഒരു പാറ്റേൺ. ചില്ലും സ്വെറ്റും മാറി മാറി സൈക്ലിക്കലി വന്നുകൊണ്ടിരിക്കും.
അപ്പൊ അങ്ങനെയുള്ള ഒരു ടൈമിൽ നമുക്ക് മലേറിയ, ഇപ്പൊ പേഷ്യന്റ് ഒരു ട്രാവൽ ഒക്കെ കഴിഞ്ഞ് വന്നാണ്, മലേറിയ സസ്പെക്ട് ചെയ്യുന്ന സ്ഥലത്ത് പോയതാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പെരിഫറൽ സ്മിയർ ചെയ്യുന്ന ടൈമിൽ മലേറിയൻ പാരസൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും ആ പെരിഫറൽ സ്മിയറിൽ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കൺഫർമേറ്ററി പോലെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അങ്ങനെ പല പാരസൈറ്റുകൾ, ബാക്ടീരിയ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടാൻ പറ്റും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അത് കഴിഞ്ഞിട്ട് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. കുറച്ച് പതിയാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് അത് മനസ്സിലാക്കി തന്നെ പോകണം. അതുകൊണ്ടാണ് ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അത്രയും മാത്രമേ ഇപ്പം പറഞ്ഞിട്ടുള്ളൂ. ഹലോ, ആരെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ അടുത്ത പോർഷനിലേക്ക് പോകും. ആർക്കും ഡൗട്ട് ഇല്ല. അപ്പൊ ഞാൻ എന്നാ വേറൊരു കേസ് സിനാറിയോ പറയാം, എന്നിട്ട് അതിനുള്ളൊരു നമുക്ക് നോക്കാം. എന്താന്ന് വെച്ചാ, ഒരു പേഷ്യന്റ് ഈവനിങ് ആയപ്പം രാത്രിയൊക്കെ ആയ ടൈമില് ഒരു ചെറിയ ചില്ല് പോലെ, അതായത് കുളിര് പോലെ ഉണ്ടായിരുന്നു. ആ പേഷ്യന്റിനെ എന്നിട്ട് രാത്രിയൊക്കെ ആയപ്പോ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ്ലി യൂറിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്നിട്ട് നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ യൂറിനിൽ കുറച്ചൊരു യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് റിസൾട്ട് വന്നപ്പം ബാക്ടീരിയ പ്രസന്റ് ആണ്, പസ് സെൽസ് കുറച്ചുണ്ട്, എപ്പിത്തീലിയൽ സെൽസ് കുറച്ചുണ്ട്, RBC 1-2 എണ്ണം അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി, ആൾക്ക് നല്ല രീതിയിൽ ചില്ലും ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് യൂറിൻ കുറച്ച് അധികം ഡാർക്ക് കളർ ആവാൻ തുടങ്ങി. അതുപോലെ കണ്ണിനൊക്കെ ചെറിയൊരു മഞ്ഞ കളർ വന്നു തുടങ്ങി. പിന്നെ നല്ല ബോഡി പെയിന്, നല്ല വീക്ക്നെസ്, നല്ല ക്ഷീണമുണ്ട്. ആള് ഡയബറ്റിക് ആണ്. അതുപോലെ തന്നെ അതുപോലെ BPHന്റേതായ സിംറ്റംസ്, അതായത് ഫ്രീക്വന്റ്ലി യൂറിനേറ്റ് ചെയ്യണം, പക്ഷെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഡ്രോപ്പ് ആയിട്ട് അങ്ങനെ മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ തീരെ വയ്യ, വളരെ സിവിയർ വീക്ക് ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സസ്പെക്ട് ചെയ്യും? അപ്പൊ നമ്മൾ CBC എടുത്തു. CBC എടുത്ത ടൈമില് ന്യൂട്രോഫിൽസ് കൂടുതലാണ്, ലിംഫോസൈറ്റ് കുറവാണ്, ടോട്ടൽ കൗണ്ട് കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട്, CRP കൂടുതലാണ്. അതുപോലെ തന്നെ ഈ BPHന്റെ സിംറ്റം കാണിച്ചപ്പോൾ നമ്മൾ PSA ടെസ്റ്റ് ചെയ്തു. അപ്പൊ അത് 10 പോയിന്റ് സംതിങ് ഉണ്ട്. USG നോക്കുമ്പോൾ കുറച്ചൊരു പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെന്റും കാണിക്കുന്നുണ്ട്. അതുപോലെ പേഷ്യന്റിന് ട്രാവൽ ചെയ്ത്, തലേ ദിവസം ട്രാവൽ ചെയ്ത് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചൊരു ഹിസ്റ്ററി ഉണ്ട്. എന്ത് സസ്പെക്ട് ചെയ്യും? ലെപ്റ്റോസ്പൈറോസിസ്. പിന്നെ വേറെ എന്തോ? ലെപ്റ്റോസ്പൈറോസിസ്, പിന്നെ പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞു. ഓൾറെഡി ബിനൈൻ പ്രോസ്റ്റേറ്റിക് എൻലാർജ്മെന്റ് ഉള്ള കേസ് ആവോ, അല്ലെങ്കിൽ CA പ്രോസ്ട്രേറ്റോ എന്തെങ്കിലും അങ്ങനെ ഉള്ളതുകൊണ്ട് ഒന്നുമില്ല. ഒരു 60 year old മെയിലാണ്. അവ ചെറിയ രീതിയിൽ ഒരു BPH ഒരു grade 1 എന്നൊക്കെ നമുക്ക് പറയാം. മലേറിയയുടെ ചാൻസസ് ഹെപ്പറ്റൈറ്റിസ് ആവില്ലേ? നമുക്ക് DD വെക്കുന്നത് ഹെപ്പറ്റൈറ്റിസ്, ലെപ്റ്റോസ്പൈറോസിസ്, പിന്നെ വേറെ എന്താ, BPHന്റെ പോലത്തെ സിംറ്റംസ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പേഷ്യന്റിന് മുൻപേ ഇത്തിരി ബിലിറൂബിനിൽ ചേഞ്ച് ഉണ്ട്. ഇപ്പോഴത്തെ ബിലിറൂബിൻ ലെവൽ എന്ന് പറയുന്നത് ഒരു 4 പോയിന്റ് അല്ലെങ്കിൽ 3 പോയിന്റ് ആണെന്ന് വിചാരിച്ചോ.
അതില് ഡയറക്റ്റ് ബിലിറൂബിൻ വരുന്നത് ഏകദേശം ഒരു 0.7, ഇൻഡയറക്റ്റ് വരുന്നത് ഒരു 1.9. ഡയറക്റ്റിന്റെ നോർമൽ വാല്യൂ അപ്പർ ലിമിറ്റ് വരുന്നത് 0.4ഉം ഇൻഡയറക്റ്റിന്റെ അപ്പർ ലിമിറ്റ് വരുന്ന ഒരു 1.1 ആ ഒരു റേഞ്ച് ഒക്കെ എന്ന് വിചാരിച്ചു. ഹെപ്പറ്റൈറ്റിസ് ഒക്കൽ ഇനിയും ഹെപ്പറ്റൈറ്റിസ് നമ്മളിപ്പം വിചാരിച്ചു. പക്ഷെ യൂറിനറി അതായത് യൂറിൻ ടെസ്റ്റ് ചെയ്ത ടൈമില് നമുക്ക് ബാക്ടീരിയ കിട്ടിയില്ലേ, ഒന്നത്. പിന്നെ CBCയില് ഏതാ കൂടിയത്? ന്യൂട്രോഫിലാണോ ലിംഫോസൈറ്റ് കൂടിയെന്നാണോ ഞാൻ പറഞ്ഞത്? ന്യൂട്രോഫിൽ. എന്തായിരിക്കും? ന്യൂട്രോഫിൽ. ന്യൂട്രോഫിൽ കൂടി. അപ്പൊ എന്തായിരിക്കും കൂടിയിട്ട്? എന്ത് ഇൻഫെക്ഷൻ ആയിരിക്കും? വൈറലാണോ ബാക്ടീരിയലാണോ? അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞ DD ആരുടെ ആയിരുന്നു? ഹെപ്പറ്റൈറ്റിസും ഒക്കെ പറഞ്ഞപ്പം വൈറലല്ലേ? വൈറലാണ്. അപ്പൊ ആ സാധനം നമുക്ക് തൽക്കാലം അപ്പൊ നമ്മൾ ഇതൊക്കെ ടെസ്റ്റ് ചെയ്തു കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് എയുടെ ആന്റിജൻ ടെസ്റ്റ് ചെയ്തു, ഡെങ്കു നമ്മൾ ടെസ്റ്റ് ചെയ്തു, കാരണം ഭയങ്കര വീക്ക്നെസ് അങ്ങനെ വന്നുകൊണ്ട് ഡെങ്കു ടെസ്റ്റ് ചെയ്ത് നോക്കി, ലെപ്റ്റോസ്പൈറ ഈ പറഞ്ഞ യൂറിനറി സംഭവമൊക്കെ. പിന്നെ ആ ഒരു ടൈമിലെന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം ഹെപ്പറ്റൈറ്റിസ് ഇറങ്ങിയ ടൈമാണ്, ഒരു വേരിയന്റ് പോലെ. അത് യൂറിനറി സിംറ്റംസും കാണിക്കുമായിരുന്നു. അതും കൂടി ഉള്ളതുകൊണ്ടാണ് ഹെപ്പറ്റൈറ്റിസും കൂടി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തത്. പക്ഷെ ആ പേഷ്യന്റിന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിരുന്നു, UTI ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആൾക്ക് ഓൾറെഡി എന്തുണ്ട്, ചെറിയ രീതിയിൽ ബിലിറൂബിനില് ക്രോണിക് ആയിട്ട് ചേഞ്ച് ഉണ്ട്. അത് കൂടുതലും ഇൻഡയറക്റ്റ് ആയിരുന്നു കൂടി നിൽക്കുക. അതുപോലെ ആ പേഷ്യന്റ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കിയപ്പോ CBC നോക്കിയപ്പോ ഇത്തിരി കുറവായിരുന്നു. പക്ഷെ ഓൾറെഡി പണ്ട് തൊട്ടേ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിരുന്നു. അതുപോലെ ഓൾറെഡി ഇത്തിരി BPH ഉള്ള ഒരു grade 1 ഉള്ള ആളല്ലേ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ grade 1 BPH ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ മൊത്തത്തിലൊരു ഇൻഫ്ലമേഷൻ വരും. ആ പ്രോസ്റ്റേറ്റിനും ചെറിയ രീതിയിൽ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അപ്പൊ അത് BPHന്റെ പോലെ മിമിക് ചെയ്യും. അപ്പൊ നമ്മൾ അവിടെ BPHന്റെ മെഡിസിൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് വിചാരിച്ചാൽ അതിന്റെ മെഡിസിൻ കൊടുത്തിട്ടോ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. അതേസമയം അവിടെ ആ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ മെഡിസിൻ ചെല്ലുമ്പോൾ എന്തുണ്ടാവും? ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ബാക്ക് ടു നോർമൽ ആവും. മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നോ ആ ലെവലിലേക്ക്. അപ്പൊ എന്തുണ്ടായി? ബിലിറൂബിൻ പണ്ട് ഉണ്ടായിരുന്നത്, അതായത് ക്രോണിക്കലി ഉണ്ടായിരുന്നത് 1.1 എന്തോ ആയിരുന്നു ടോട്ടല്. അതുപോലെ ഇൻഡയറക്റ്റ് ഏകദേശം ഒരു 0.9 ആ ഒരു റേഞ്ച്. ഇൻഡയറക്റ്റ് ഇത്തിരി കൂടുതലായിരിക്കും എപ്പോഴും. അങ്ങനെ ഡയറക്റ്റ് നോർമൽ ലിമിറ്റിൽ തന്നെ ആയിരുന്നു. അപ്പൊ ആ ഒരു റേഞ്ചിലേക്ക് എത്തി. അതുപോലെ പിന്നെ ഇത് ഇൻഫെക്ഷൻ മാറിക്കഴിഞ്ഞ് PSA നോക്കുമ്പോൾ 3 ഉള്ളൂ, നോർമൽ ലെവല് 4 ആണ്. അപ്പോ ആ ക്രോണിക് കണ്ടീഷൻ അവിടെ നിന്നു എന്നുള്ള അതുകൊണ്ട് മാത്രമാണ് ഒരു അക്യൂട്ട് വന്ന ടൈമില് എന്തുണ്ടായി, ഇത്രയും ചേഞ്ചുകൾ അവിടെ ഉണ്ടായി. നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ഓക്കെ, ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഹലോ, ഇത് ക്ലിയർ ആയി. പക്ഷെ പ്രീവിയസ് സ്ലൈഡ്സ് ഒന്ന് കാണിക്കുമോ? ആദ്യം മുതലുള്ള ജസ്റ്റ് ഒന്ന് വേഗമായിട്ട് പെട്ടെന്ന്. ഓക്കെ, ഈ മുന്നേ അത് ഉള്ള കണ്ടില്ല ആക്ച്വലി. CBC അല്ലേ? കാണാമോ? സ്ക്രീൻഷോട്ട് എടുക്കാനാണെങ്കിൽ എടുക്കണം എന്നില്ല, ഞാനിത് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം. ഓക്കെ അല്ല വായിച്ചാ ശരി, പിന്നെ വായിച്ചാലും മതി. അല്ല, വായിച്ചു പോകണമെങ്കിൽ വായിച്ചു വെക്കും. ക്ലിയർ ആക്കി തന്നെ പോകണം, കാരണം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് CBC.